ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ തമ്പുരാന് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. കഴിഞ്ഞ 2024 പാല് കാച്ചൽ ചെറിയ തോതിൽ നടത്തിയപ്പോൾ ഞാൻ അന്ന് പോയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ് ഇപ്പോൾ 1.5 വർഷമായി പ്രഗ്നൻസിയൊക്കെ ആയപ്പം ട്രാവൽ ചെയ്യാനൊക്കെ പാടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് പോകും. സത്യം പറഞ്ഞ വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ കോളിൽ കൂടി ഞാൻ വരുമ്പോൾ കാണിക്കുന്നതല്ലാതെ ഞാൻ നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞുമായിട്ടാണ് പോകുന്നത്, അത് വേറൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഏകദേശം അടുത്താണ്. ഞങ്ങൾ ഫ്ലൈറ്റും കാറും പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷേ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പം അത്ര ലോങ് അത്ര സേഫ് അല്ലെന്ന് തോന്നി. ട്രെയിനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. അപ്പോൾ ട്രെയിനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം കുഞ്ഞിനെയും കൊണ്ടൊക്കെ വരുന്നതുകൊണ്ട് ഒത്തിരി താമസിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ട്രെയിൻ ഫസ്റ്റ് ടൈമാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ അതും കൊണ്ട് കൂടി ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരുന്നു. ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരുന്നാലും പ്രശ്നമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി. ശരിക്കും ട്രെയിൻ വന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ടൊക്കെ കയറിയോണ്ട് എനിക്ക് സത്യം പറഞ്ഞ് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഞങ്ങൾക്ക് ശരിക്കും അത് മിസ്സായി കേട്ടോ. ട്രെയിൻ കയറുന്നതിന് മുമ്പ് ഒരു ഉറക്കം ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ കയറി കഴിഞ്ഞപ്പോൾ അങ്ങ് ഉറക്കമൊക്കെ പോയി. ഇനി അമ്മയുടെ കയ്യിലൊക്കെ ഇരിക്കും കുറച്ച് നേരം. ഇനി ഇത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങുമായിരിക്കണം, മേ ബി, അറിയില്ല. വീട്ടിലങ്ങനെയാണ്. കുറച്ച് നേരം കളിയെല്ലാം കഴിഞ്ഞ് പിന്നെയും ഉറങ്ങി. ഇതെല്ലായിടത്തും ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ. തിരുവല്ല കഴിഞ്ഞാൽ പിന്നെ കോട്ടയം എന്തോ ഉള്ളൂ. പോകുന്ന വഴിക്കാണ് പെരിയാർ പുഴയൊക്കെ കണ്ട്, വലിയൊരു പുഴ കേട്ടോ. ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ആ വഴി പോകുമ്പോഴാണ് കൊച്ചി എയർപോർട്ട് കാണാൻ പറ്റും. ഇത് കൂടി പോകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണി എന്തോ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴവർ ഒരു ബംഗാളി പയ്യന് ചായയൊക്കെ കൊണ്ടുവന്ന്, മസാല ടീ ആണ് ഇവർ കൂടുതലും ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് കുടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല. ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മേടിക്കണോ വേണ്ടായോ എന്ന്. എന്നാലും കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചുക്കിൻ്റെയും മറ്റേ ഏലക്കയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും മേടിച്ചൊന്ന് കുടിച്ചു. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ബർത്തിരിക്കുന്ന നല്ല മലയാളി ഫാമിലി കേട്ടോ. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ അവർ. കുഞ്ഞ് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റു. ഇനി അവിടെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടത്തി കേട്ടോ. ഞങ്ങൾക്ക് 2 ലോവർ ബെർത്തും 2 അപ്പർ ബെർത്തുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മേളിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളായിരിക്കും മേളിൽ കിടക്കാൻ ചാൻസ്. ഞങ്ങൾ പൊതിച്ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ തേങ്ങ സമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ട്, പിന്നെ ഇഞ്ചിക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കിടക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. കുഞ്ഞങ്ങനെ കളിച്ച് കിടക്കുന്നതിന് എപ്പോൾ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. അമ്മയും അച്ചായും കിടന്നു. പിന്നെ മോർണിംഗ് എഴുന്നേറ്റപ്പം 3-3:30 ആകുമ്പോഴാണ് ട്രെയിൻ കെആർപുരം എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് എല്ലാം റെഡിയായിട്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് ലഗേജ് കൊണ്ട് പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇറക്കുമ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു 3-3:30 ആയപ്പോൾ കെആർപുരത്ത് വന്നു. നല്ല തണുപ്പാട്ടോ. വന്നിറങ്ങിയപ്പോൾ ഞങ്ങളൊരു 3:30 ആയപ്പോഴെന്തോ വന്നിറങ്ങി. ഞങ്ങളപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിജാൻ ടാക്സിയുടെ കാര്യം ഒന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുന്നു. ഇപ്പം ഇങ്ങോട്ടേക്ക് വരില്ലെന്ന്, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ടാക്സി കിട്ടുന്നിടത്ത്. അപ്പോൾ ടാക്സി ഇതാണ്, ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തു. അപ്പോൾ അവർ വന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺ സിറ്റി ഫേസ് 2 ആണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനും ദൂരമാണ്, എയർപോർട്ടും ഭയങ്കര ദൂരമാണ്. 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് വരാൻ. ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് മാത്രമാണ് ഏകദേശം അടുത്ത് കേട്ടോ. അങ്ങനെ ഇതാണ് ഫ്ലാറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്ക് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിവിടുന്ന് അന്ന് പാലുകാച്ചി കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഗാർഡനിങ്ങൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. 4 മണി എന്തോ ആയി കേട്ടോ. 4-4:30 4:45 കാരണം 1.5 മണിക്കൂറുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ ഞങ്ങളിനി ഫ്ലാറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക്. വീഡിയോ കോളിൽ കൂടെയാണ് ഇതെല്ലാം എന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ. അപ്പോൾ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. നീണ്ട 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ വീഡിയോ കോളിൽ കൂടി കാണിക്കുന്ന നമ്മൾ അങ്ങനെ കാണുമ്പോൾ അല്ല, നേരിട്ട് വന്ന് കാണുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റു. ഇനി ഒരു ഉറക്കം പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞ് കാണും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇനി വന്നെല്ലാം ഒന്ന് സെറ്റ് ആവണം. ശരിക്കും പറഞ്ഞാൽ ഹോം ടൂർ ഞാൻ പതുക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയും കൊണ്ട് തീരുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.